ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ എന്നും തവിയിലല്ല ഒഴിക്കുന്നത്. കഴിഞ്ഞ ഒരിടയ്ക്കും ഇങ്ങനെ പാത്രത്തിലൊഴിച്ച് ഇന്ന് താണ്ട പാത്രത്തിലൊഴിച്ചോണ്ട് ഇച്ചിരി അങ്ങ് ഫ്ലോപ്പായിപ്പോയി. ആണ്ട ഒഴിച്ചോണ്ടയിലെ കൈ ഇത്തിരി അങ്ങ് സ്പീഡിലങ്ങ് പോയി. ആ ഒരു ഇഡലി ഇത്തിരി വലുതായി. പിന്നെ ഞാൻ ആ മാവ് അങ്ങോട്ടങ്ങ് തള്ളി നീക്കി ഒരു പരുവായി. പിന്നെ ഞാൻ ചിന്തിച്ച് കൂടുതൽ എന്തിനാ സർക്കസ് ചെയ്യുന്നത്, എന്നാൽ തവിയിലങ്ങ് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ തവിയിലൊഴിച്ച് നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ കൈ അങ്ങ് തട്ടി വിറച്ചിട്ട് ഇച്ചിരി കൂടുതൽ അതിലായിപ്പോയി. അപ്പോൾ എൻ്റെ വീഡിയോ കാണണം. കഴിഞ്ഞ ദിവസം ജോല് പറയുമായിരുന്നു, ചേച്ചി ജോലിൻ്റെ മോൾക്ക് 4 വയസ്സാണോ 4 വയസ്സാണെന്ന് തോന്നുന്നു. അവളുടെ പേര് ജിയ എന്നാണ്. എൻ്റെ വീഡിയോയുടെ മ്യൂസിക് കേൾക്കുമ്പോൾ പറയും ബിജിമ. കഴിഞ്ഞ ദിവസം പറയുന്നത് ബിജിമമ്മി വന്നെന്ന്. എനിക്കത് കേട്ടിട്ട് അത് ചിരിയും അത് കേട്ടോ. ഞാനങ്ങ് മനസ്സിലിങ്ങനെ ഓർക്കുമായിരുന്നു അവൾ പറഞ്ഞതും ആ എക്സ്പ്രഷനൊക്കെ. അപ്പോൾ ഇഡലിയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഞാൻ ഇഡലിയൊക്കെ ഒന്ന് ഇളക്കിയിടട്ടെ. ഞാൻ ഇഡലി അടിയിലത്തെ തട്ടുണ്ടല്ലേ, ഇച്ചിരി ഈ തട്ട് അതിലൊന്ന് തട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അടിയിലത്തെ ഇഡലി ഇച്ചിരി നടുവൊക്കെ ഒരിത്തിരി ഇതായിട്ടിരിക്കുന്നത്. മുകളിലത്തേന് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിൽ ചിലപ്പം ഞാൻ ഈ തട്ടൊന്ന് നമ്മുടെ പൈപ്പിൻ്റെ വെള്ളം തുറന്ന് ഈ ഇഡലി ഇരിക്കുന്ന ഭാഗമല്ല, ആ ഇഡലിയുടെ തട്ടിൻ്റെ പുറകു വശത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ തുറന്ന് വിടും. അപ്പം ഈ ഇഡലി അങ്ങ് തണുക്കും. അപ്പം നമുക്ക് സ്പൂണിൽ ഇളക്കാൻ എളുപ്പമാണ്. ഓയിൽ നന്നായിട്ട് ചേർക്കുക തന്നെ നമ്മളതിൽ പുരട്ടിയിട്ട് ചെയ്യുവാന്നേലും അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനത് ഇവിടെ ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്ലാസ്സിലൊരു ഈ സ്പൂണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഗ്ലാസ്സിലൊന്ന് മുക്കും. അന്നേരം അതങ്ങ് തണുത്ത് എളുപ്പം ഇളക്കാൻ പറ്റും. ഇഡലിയൊക്കെ ഉണ്ടാക്കി ഇനി ഞാൻ ദോശയ്ക്കൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ. എന്തുവാ ഞാൻ വീഡിയോ എടുക്കുക, നീ പോയി ബ്രഷ് ചെയ്ത് നീ എന്താ ഇങ്ങോട്ട് വന്നേ? ഞാൻ വീഡിയോ എടുക്കുന്ന ആൾക്ക് രാവിലെ ഇഷ്ടപ്പെട്ടില്ല, അതിനാ ഈ ഞെണിങ്ങി നിൽക്കുന്നത്. എന്തിനാ വെറുതെ ഫോട്ടോ എടുക്കുന്നത്, ഫാൽത്തുഗിരിയുടെ എന്തിനാ വീഡിയോ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നത് നിനക്ക്, നീ പോയി ബ്രഷ് ചെയ്യുമെന്ന് പറഞ്ഞ് അതിനിച്ചിരി ഞെണിങ്ങിക്കൊണ്ട് പോയതാ. അവന് രാവിലെയൊക്കെ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒരു വല്ലാത്ത കോലത്തിലല്ലേ എണീറ്റ് വരുന്നേ. ഞാൻ ഇവനൊരു അവധി ഉള്ളത് നോക്കിയിരിക്കും. രാവിലെ ഇച്ചിരി 5 മണിക്ക് എണീക്കണ്ടല്ലേ. ഇപ്പം തണുപ്പും പിടിച്ചിട്ട് ആ സമയത്തൊക്കെയാണ് നമുക്ക് ഉറക്കം വരുന്നത് അങ്ങോട്ട്. രാത്രിയിലൊരു ലേറ്റായിട്ട് കിടന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ രാവിലെ നല്ല ഉറക്കം അങ്ങോട്ട് വരുമ്പോൾ ആ സമയത്താണ് ഒരു 3 മണി കഴിഞ്ഞാണ് എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്നത് ഭയങ്കര തണുപ്പായിരുന്നെന്ന് നാട്ടിൽ. ഒരു 4 ഇന്നലെ കിടന്നപ്പോൾ 1 മണിയായി. 4:20 ആയതിനെ ഒന്ന് എണീറ്റു. വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്ന് കിടന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോൾ കാണാം പടപടാവൽ അലാറം അടിക്കുന്നു. ഇനിയോ ഇത്രയും പെട്ടെന്ന് 5 മണിയായോ? പിന്നെ ചാടിപ്പറഞ്ഞ് എണീറ്റ് ചേരൊക്കെ അവിടെ ഇരുന്ന് ഇച്ചിരി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എണീറ്റു ഒറ്റ ഊത്തയിട്ടതുപോലെ ഒരു ഓട്ടം കൂടി ഓടി വന്ന് ഇതെല്ലാം ചെയ്ത് ഇപ്പം ഇഡലിയിലുണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരാൾക്കുള്ള ടിഫിൻ എടുത്ത് വെച്ച് ബാക്കിയുള്ള ആൾ പറഞ്ഞ് തരുമ്പ് റെസ്റ്റോറൻറ്റ് വിടണേന്ന്. 6 മണിയായി. റേച്ചാനെ ഇനി ചായ കൊണ്ട് വിളിപ്പിക്കട്ടെ. പ്ലീസ് പോൾമോനും കൊടുത്തിട്ട് അവനെയും പിടിച്ച് കിടത്തട്ടെ, അച്ഛനും കൊടുക്കട്ടെ. ഇനി പോളിൻ്റെ ടിഫിനൂടെ റെഡിയാക്കിയാൽ മതി. പിന്നെ ദോശ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാറുണ്ട്. എൻ്റെ മറ്റേ കപ്പ് പൊട്ടിപ്പോയി. പിന്നെ ഇതെടുക്കട്ടെ, ഇതൊരു പടപണ്ടാറെണ്ണ. ഒരു ദിവസം ചായ എടുത്തുകൊണ്ട് അവിടെ വെച്ച് അങ്ങോട്ട് തിരിഞ്ഞതുമല്ല എൻ്റെ ദേഹത്ത് തോർത്ത് കിടപ്പണം. ആ തോർത്തിൻ്റെ വെള്ളം കൊണ്ടിട്ട് എന്നാൽ എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് രാവിലെ എനിക്കങ്ങ് ദേഷ്യവും വിഷമവും എല്ലാം കൂടെ വന്നു. കാരണം എങ്ങനെയും ഒന്ന് ജോലി ചെയ്ത് അങ്ങോട്ട് അകത്ത് കയറിപ്പോണ്ടേ ഇത് തറയിൽ വീണ്. പിന്നെ അതെല്ലാം എനിക്ക് പൊട്ടിയതല്ല, പിന്നെ കുപ്പിച്ചില്ലുകൾ ഗ്ലാസിൻ്റെ ഇതൊക്കെ പറക്കി അവിടെ എല്ലാം തൂത്ത് തുടച്ച്. എൻ്റെ ഇവിടെ ഒരു എടുപ്പുണ്ടോ?
രാവിലത്തേക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമായി. ഞാനിപ്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടി വെണ്ടയ്ക്ക ഒന്ന് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇട്ടേക്കുമോ കുറച്ച് നേരം. അതിന് ശേഷം അതവിടെ കിടക്കട്ടെ. അപ്പോഴത്തേക്കിന് പോയി പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോഴത്തേക്കിന് ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അതിന് ശേഷം വെണ്ടയ്ക്ക അരിയാം. ഇച്ചിരി മത്തിക്കറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയില്ലേ, മത്തിക്കറി ചിലപ്പോഴേ അപ്പച്ചൻ കഴിക്കാറുള്ളൂ, ചിലപ്പം കഴിക്കത്തില്ല, കൊച്ചും കഴിക്കത്തില്ല. അതുകൊണ്ട് അധികം ഇത്രയും ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളെല്ലാം കഴുകി. പിന്നെ വെണ്ടയ്ക്കായും അതിൻ്റെ കൂടെ ഉരുളൻ കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വന്നായിരുന്നേ. അപ്പോൾ ആദ്യം ഒരിച്ചിരി സവാളയൊക്കെ ഇട്ടിട്ട്, ഇപ്പം കൊച്ചവന് പണ്ട് ഉരുളൻ കിഴങ്ങ് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പം വെണ്ടയ്ക്കയുടെ കൂടെ ഉരുളൻ കിഴങ്ങ് കൂടെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, അതെല്ലാം അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം നാളെ ഞാനിപ്പോൾ ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്നില്ലേ, അപ്പോൾ അതിൽ തണുത്തിട്ട് ഞാൻ റീച്ചാൻ്റെ ടിഫിൻ ബോക്സിൽ തന്നെ ഈ കൊണ്ടുപോകുന്ന കുഞ്ഞ് ഡബ്ബയുണ്ടല്ലോ, അതിൻ്റെ അകത്ത് തന്നെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെ പിറ്റേന്ന് രാവിലെ റീച്ചാന് ചപ്പാത്തിക്ക് ഇത് കൊടുത്തു വിടും. അപ്പോൾ അവിടെ ചെന്ന് ഓവനൊക്കെ ഉണ്ട്, ഓവൻ്റെ അകത്ത് ചൂടാക്കിക്കോളും. ഇവിടെ ഇപ്പം ചപ്പാത്തിക്ക് കറി വേണമെന്നൊന്നുമില്ല. റേച്ചാൻ എന്നും ടിഫിന് ചപ്പാത്തി കൊണ്ടുപോകുന്നത്. ബൈ ചാൻസ് ഞാൻ ഈ എഗ് ഫ്രൈഡ് റൈസോ അങ്ങനെ വല്ലതും ഉണ്ടാക്കുന്നെങ്കിൽ അത് കൊണ്ടുപോകും. അല്ലാതെ ദിവസമല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മെഴുക്കുവരട്ടി അങ്ങനെയുള്ള ടൈപ്പ് വല്ലതും മതി. അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സുകളെല്ലാം അങ്ങനെ കൊണ്ടുവരുന്നത്. മിക്കവാറും ചിലർ കൊണ്ടുവരത്തില്ല, അവർ വെളിയിൽ പോയി കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അവർക്കൊക്കെ ചോറ് വേണമെന്നോ ഇത് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചാണെങ്കിലും അവരൊക്കെ കഴിച്ചങ്ങ് നിൽക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ കൊണ്ട് കൊടുക്കും. അതുകൊണ്ടൊക്കെ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെ ചെയ്യാനല്ലായിരുന്നു. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അത് ആദ്യം ഞാൻ ചിന്തിച്ചത് സവാള ഒന്നിച്ചിരി വഴന്നിട്ട് ഉരുളൻ കിഴങ്ങ് ഇട്ടിട്ട് ഉരുളൻ കിഴങ്ങ് ഒന്ന് വാട്ടിയിട്ട് പിന്നെ വെണ്ടയ്ക്ക ഇടാമെന്നാണ് ചിന്തിച്ചത്. പക്ഷെ ഞാനില്ല, നേരത്തെ എപ്പോഴും ചെയ്യുന്നത് പോലെ എല്ലാം കൂടെ ഒരുമിച്ചങ്ങിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഇത്തിരി വെണ്ടയ്ക്ക അത്ര കുഴയാതെ നമുക്ക് കുറച്ചുകൂടി ഇതായിട്ട് കിട്ടിയതിനായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറേ നേരം ഹൈ ഫ്ലെയിമിലൊന്ന് വെണ്ടയ്ക്കയുടെ വലവലപ്പൊക്കെ പോകാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് ഇച്ചിരി മസാല ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നതാണ് ഇവിടെ മൂത്ത ചേർക്കാൻ ഇഷ്ടം. അന്നേരം മോരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. അതിനിപ്പോൾ കടുകൂടെ വറുത്തിട്ടുണ്ട്. കാരണം ഇന്ന് ക്ലീനിങ്ങിന് ആളിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ വരുന്നതിന് മുമ്പിട്ട്, ആരാന്ന് വെച്ചാൽ അവർ വരുന്നതിന് മുമ്പിട്ട് എനിക്കെല്ലാം ജോലികൾ ചെയ്യണം. കാരണം ഞാൻ അവരുടെ കൂടെ നിന്നേ ഒക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്നും വരുന്നവരാണെങ്കിൽ അവർക്കെല്ലാം അറിയാം. ഇതിപ്പം പുതിയ ആൾക്കാർ വരുന്ന ഉടനെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം ഞാൻ പിന്നെ മോരുകറി വെച്ചിട്ട് കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടാണ് കൂടുതലും, അതിൽ 1-2 ക്യാരറ്റും കൂടെ ഇട്ട് അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് ഞാൻ വെള്ളം വാലാൻ വെച്ചിരുന്നു. അപ്പോൾ ഇത് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പച്ചമുളകൊക്കെ, ബീട്രൂട്ടാകുമ്പോൾ ഞാൻ ഇച്ചിരി പച്ചമുളകൊക്കെ ചേർക്കും. അല്ലാത്ത കാബേജ് തോരനൊന്നും ഇവിടെ അങ്ങനെ പച്ചമുളക് ഇട്ടില്ലെങ്കിലും ഇവർക്കൊന്നും കുഴപ്പമില്ല. കൂടുതലും അപ്പച്ചൻ പറയും പച്ചമുളക് ഇടണ്ടെന്ന് പറയും. അപ്പോൾ എനിക്കാണെങ്കിൽ ബീട്രൂട്ടിലൊക്കെ ഈ പച്ചമുളക് ഇടുന്നത് എടുത്ത് കഴിക്കാൻ ഇഷ്ടം. ഏത് തോരണ്ടാത്താണെങ്കിലും ഞാൻ ഇവർക്ക് വിളമ്പുന്നുണ്ടെങ്കിൽ പച്ചമുളക് അതിൽ കിട്ടുമെങ്കിൽ അത് ഞാനെടുത്ത് മാറ്റി വെക്കും ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് തിന്നാനായിട്ട്. അപ്പം ഞാനിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് വലിക്കാൻ ഇത്തിരി ഇതാണെങ്കിലും എൻ്റെ ഈ തോള ഇങ്ങനെ വേദന എടുത്താലും നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാം. മറ്റേതിട്ട് കൊത്തി എൻ്റെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരെണ്ണം ഉണ്ട്. അത് പക്ഷേ ക്വാണ്ടിറ്റി തീരെ കുറവേദിക്കുള്ളൂ. അല്ലെങ്കിൽ അത് നല്ലതായിരുന്നു, നമുക്ക് ഒന്ന് പ്രസ് ചെയ്താൽ മതിയായിരുന്നു, അതങ്ങ് ആവും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ 1 പ്രാവശ്യം ഇടുന്നത് അതിൻ്റെ അകത്ത് 2 പ്രാവശ്യം ഇടണം. അതുകൊണ്ട് അത് പിന്നെ അങ്ങ് എടുക്കാതെ അങ്ങ് വെച്ചേക്കുക. അപ്പം ഞാൻ ഈ ബീട്രൂട്ട് അടപ്പത്തിട്ടപ്പം അവൾ വന്നു. കാരണം ഞങ്ങൾ 1:30 സമയം കൊടുത്തെങ്കിലും 1 മണിയായപ്പോഴത്തേക്കിനും അവൾ വന്നു. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇവർക്കൊക്കെ ചപ്പാത്തിയൊക്കെ കൊടുത്തായിരുന്നു ഇവർക്ക് കഴിക്കാനായിട്ട്. ഇവരെന്ന് പറയാൻ പ്രൈസമ്മോനും അപ്പച്ചനും. പ്രൈസമ്മോൻ അവിടെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വന്നത്. അപ്പം ഞാൻ ഹോള് ചെയ്യുന്ന ഉടനെ അപ്പച്ചനെയും പ്രൈസിനെയും അങ്ങ് അകത്ത മുറിയിലിരുത്തും. കാരണം അപ്പച്ചൻ അവരുടെ കട്ടിലേലെല്ലാം പിന്നെ തുണികളെല്ലാം വിരിച്ച് ഞാൻ ഇവളുടെ പുറകെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇന്ന് വന്ന കൊച്ച് കഴിഞ്ഞ ദിവസം ലാസ്റ്റിൽ വന്ന കൊച്ച് തന്നെ ഇന്ന് വന്നത്. ഇവളെന്ന് പറയുന്നത് ഉച്ചയ്ക്ക് അവൾ പാർട്ട് ടൈമാണ് ചെയ്യും. പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ അവൾക്ക് 8 വയസ്സുള്ള ഒരു കൊച്ചും 4 വയസ്സുള്ള കൊച്ചുണ്ട്. അവിടെ ഭർത്താവിന് ഈ പാൻ്റെ കടയെന്ന് വെച്ചാൽ ഈ മുറുക്കാൻ കടയാണ്. അപ്പോൾ അവനാണ് അടുത്ത് തന്നെ വീടും, അതുകൊണ്ട് കൊച്ചുങ്ങളെ നോക്കും. അപ്പോൾ അവളത് വീട്ടിലെ രാവിലത്തെ എല്ലാം ചെയ്തിട്ട് 1 മണിയാകുമ്പോഴേ അവൾ ജോലിക്ക് കയറത്തുള്ളൂ. അന്നേരം അന്നും അവൾ ഡയറക്റ്റ് 1 മണിയാണ് ഇവിടെ ആയിരുന്നു, ഞങ്ങളുടെ അവിടെ ആയിരുന്നു ആദ്യം.
അത് കഴിഞ്ഞിട്ട് ഇവിടെ 8-ാം നമ്പറിലായിരുന്നു. ഇന്നും അതുപോലെ അവൾ നേരത്തെ വന്നോണ്ട് ഇവിടെ അവൾ വന്നപ്പോഴേ പറഞ്ഞു, ഞാൻ ഇവർക്ക് ചെല്ലുമല്ലേ അഡ്രസ്സ്, എനിക്ക് മനസ്സിലായി ഈ ആൻറ്റിയാണ്, ഈ ആൻറ്റി നല്ലൊരു ആൻറ്റി ആയിരുന്നു. അതുകൊണ്ട് അവൾ വന്നപ്പോൾ നല്ല സന്തോഷത്തിൽ വന്നു. ആദ്യത്തെ ദിവസം വന്നുകൊണ്ടെങ്കിൽ ഒത്തിരി ഇവർക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. വരുന്നുണ്ടെങ്കിൽ നല്ല റെസ്പെക്റ്റിലൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. ഹായ് മാഡം, ഹലോ മാഡം, എങ്ങനെയുണ്ട്, സുഖമാണോ. അപ്പോൾ ആദ്യത്തെ ദിവസം വന്നുകൊണ്ടെങ്കിൽ നമസ്തേ ജി എന്നും പറഞ്ഞ് വിളിച്ചു. UP-കാരി കൊച്ച. ഇപ്പോൾ വന്നോണ്ടേ കണ്ടോണ്ടേ ഹായ് എന്നും പറഞ്ഞങ്ങ് ഇങ്ങ് വന്നു. അപ്പം ഞാൻ പിന്നെ അവളെയും കൊണ്ട് ഫ്രണ്ട് റൂമെല്ലാം ഒന്ന് മാറാലയൊക്കെ അടിച്ച് അതെല്ലാം ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അവൾക്ക് ഇച്ചിരി കോൾഡ് പോലെ ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തോ പറ്റിയടി കോൾഡ്? അന്നേരം പറഞ്ഞു, നമ്മളിപ്പം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുമായിട്ടും എവിടാ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അവൾക്ക് ഇച്ചിരി കോൾഡ് പോലെ. അപ്പം ഞാൻ ചിന്തിച്ച് ഇച്ചിരി ഇഞ്ചി ഇട്ടേ ചായ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ചായ ഇട്ടാൽ നീ ചിലരുടെ അടുത്ത് ചോദിക്കാതെ നമ്മളിത് ചെയ്യാൻ പറ്റത്തില്ലല്ലേ, അറിയത്തില്ലല്ലോ. ഇച്ചിരി ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഇവർക്ക് 1 മണിക്കൂറല്ലേ ജോലി. അപ്പം ഞാൻ പറഞ്ഞു, നീ കുടിച്ചിട്ട് ഇനിയും ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് ഇച്ചിരി അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പിന്നീടാണ് അവൾ ജോലിയൊക്കെ ചെയ്തത്. അപ്പം പോകാൻ നേരം പറഞ്ഞിട്ട് പോയി, ഇനിയും വിളിക്കണേ. നമ്മൾ ഈ വിളിക്കുന്നുണ്ടെങ്കിൽ ഇന്നയാളെ നമുക്കിപ്പം ഫേവറേറ്റ് ആളുണ്ടെങ്കിൽ നമുക്കതിൽ ഫേവറേറ്റ് ഇടാം നമുക്ക്. പക്ഷേ നമ്മൾ ഫേവറേറ്റ് ആൾക്കാരെ ചൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ആണെങ്കിൽ നമുക്ക് അവരെ തന്നെ വിടും. അല്ല എങ്കിൽ ആരാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അവരെയാണ് വിടുന്നത്. അവൾ ചായ കുടിച്ചുകൊണ്ടിരുന്നതിന് അകത്തെ മുറിയിൽ പോയി ഞാൻ പറഞ്ഞു, നീ ചായ കുടിക്കും. അവിടെ നിന്ന് ഞാനും അവിടെ അടുത്ത് പോയി ഇരുന്ന് തോരൻ ഇവിടെ ഇരിക്കുമായിരുന്നു. തോരൻ ഇച്ചിരി അടുക്കി പിടിച്ച് മണം വന്നപ്പോൾ ഞാനൊരു ഓട്ടോ ഓടി. അവൾ ചോദിച്ചു, എന്തുവാ മേഡം എന്ന്. ഞാൻ പറഞ്ഞ്, ഇടി തോരൻ എന്നാണ്ട് ഞാൻ അടപ്പത്തിട്ടിട്ടാണ് വന്നതെന്ന്. അതിപ്പോൾ അവൾ ഓടി വന്ന് എൻ്റെ കൂടെ നോക്കി. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്തനാ ചെറുതായിട്ട് എങ്ങനെ അരിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഇതിൻ്റെ അകത്തിട്ട് അല്ലേലും ഞാനിപ്പോൾ ഈ ചോപ്പർ ഇട്ടില്ലേലും ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കൈ കൊണ്ടും കുത്തിയായിരിക്കും. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ മെഷീൻ്റെ അകത്തിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അവൾ ചോദിച്ചു, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അന്നേരം തേങ്ങയുടെ കാര്യം പറഞ്ഞാൽ അവൾ പറയുമോ, ഞങ്ങൾ കൂടുതലും ഇതിനൊന്നും തേങ്ങ ഉപയോഗിക്കാറില്ലെന്ന്. അവരെപ്പോഴും ഡാളും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഈ കാണിക്കുന്നത് ഞങ്ങൾ ചർച്ചിൽ അവിടെ ഈ ചെറി നിൽപ്പുണ്ടായിരുന്നു. ഈ പ്രൈസമ്മോൻ പോയി ഒരെണ്ണം പിച്ചിയതാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പിച്ചല്ലെന്ന്. പക്ഷേ അവനത് പോയി പിച്ചി, പഴുത്തിട്ടില്ല. താഴെ കൊച്ചുങ്ങൾ എന്തോ കളിക്കുക. അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ സമോസ വടാപ്പാവൊക്കെ ഉള്ളവരിടത്തുനിന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് മിക്കവാറും കടകളെല്ലാം അടയ്ക്കും. ഇതൊരു വണ്ടിയും കൊണ്ടുള്ള ഒരു പുതിയ ആളായിരുന്നു. അപ്പം വൈകുന്നേരം ആവുന്നതാണെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ പാവ് ഭാജിയാണ് കഴിച്ചത്. പിന്നെ ഇതും ഉണ്ടായിരുന്നു, പാവും ബുർജിയും. അപ്പം വൈകുന്നേരം ആകുമ്പോൾ ചോറൊന്നും അങ്ങനെ കഴിച്ചില്ലല്ലേ, അതുകൊണ്ട് ചായയുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇന്നേ സൺഡേ രാത്രി മോരുകറി വേണ്ടിയവർക്ക് മോരുകറിയുണ്ട്, ഇച്ചിരി കാബേജ് തോരനുണ്ട്, മുട്ടയും പൊരിച്ച് ഞാൻ എൻ്റെ സ്പെഷ്യൽ മുളകും ഉണ്ടാക്കും. ഞാൻ അതൊന്ന് കാണിക്കാമേ എങ്ങനെ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഓരോ മുട്ട പൊരിക്കട്ടെ. പിന്നെ ഇപ്പം നൂഡിൽസ് വാങ്ങിക്കുന്നില്ല, വാങ്ങിക്കാൻ നമ്മൾ പറഞ്ഞു. ഡെയിലി ഞാൻ ഇങ്ങനെ അടച്ചു വെക്കുമ്പോഴേ ഇച്ചിരി ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. കേട്ടോ, വീർത്ത് വരുന്നേ. ഒന്നുകൂടെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് തീ അങ്ങ് കുറയ്ക്കണം ഇച്ചിരി. എന്നിട്ട് കുക്കിംഗുകാർ പറയും, എൻ്റെ ബിജി ഇതെന്തിനാ കാണിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. ഞാൻ ഈ സാരിയിലുണ്ടെങ്കിലേ അങ്ങനെ ഉറങ്ങിയ. ലാസ്റ്റ് മുട്ട ഒഴിക്കുന്ന സമയത്ത് ഞാനങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കുവേ. എന്നിട്ട് അടച്ചു കൊടുക്കും ഹൈ ഫ്ലെയിമിൽ. മിക്കവാറും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന മുട്ടയൊക്കെ പൊരിച്ചുണ്ടാക്കുന്നുണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയില്ലായിരുന്നു. പിന്നെ ഈ മുളകും ഈ നമ്മുടെ ഈ കോമ്പിനേഷനും നല്ലതായിരുന്നു. അപ്പോൾ ഇനി ഞാൻ മുട്ടയൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഇനി എൻ്റെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ പോളുമോനും എനിക്കും പ്രൈസനും ഇഷ്ടം. റേച്ചാൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പച്ചൻ പിന്നെ വേണേ ഒരു ഇച്ചിരി കൂട്ടും. പക്ഷെ അപ്പച്ചൻ ഞാൻ മോരും കാബേജ് തോരനും മുട്ടയും കൂട്ടിക്കൊടുത്തു. അച്ചാറും ഉണ്ടായിരുന്നു. പ്രൈസാൻ വെള്ളത്തിൽ അധികം നേരം നിൽക്കാതെ
നീ അവിടെ എന്താ എടുക്കുവാ? എടാ വെള്ളത്തിൽ നിന്ന് ഇറങ്ങ്. ഇച്ചിരി വിനാഗിരി മതി. അപ്പോൾ പ്രൈസനുണ്ടല്ലേ താഴെ കളിക്കാൻ പോയിട്ട് വന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു പോയി കുളിയെന്ന്. എന്നിട്ട് ഇവൻ്റെ പരിപാടി എന്തുവന്നോ അകത്ത് കയറും. അകത്ത് കയറിയിട്ട് ബക്കറ്റ് നിറച്ച് വെള്ളം പിടിക്കും. എന്നിട്ട് അതിൻ്റെ അകത്തിട്ട് കൈയിട്ടടിച്ച് കളിച്ച് പണ്ടില്ല നമ്മൾ കളിക്കുന്ന പോലെ അതിൻ്റെ അകത്ത് എന്നിട്ട് കുറഞ്ഞ് ചിരിയുടെ സൗണ്ട് കേൾക്കും. അപ്പം ഞാനിത് എനിക്ക് മനസ്സിലായെന്ന് അറിയാത്ത രീതിയിൽ ഞാൻ ചോദിക്കും, എന്തോ ചെയ്യുവാടാ അവിടെ, എന്തോ ചെയ്യുവാടാ? അപ്പോൾ ഒന്നും ചെയ്യുമല്ലോ എന്ന് പറയും. അവനറിയുന്നുണ്ടോ എനിക്ക് മനസ്സിലായെന്ന്. പിന്നെ ഞാൻ മനസ്സിലാകാത്ത രീതിയിൽ അങ്ങ് നിൽക്കും. നിശ്ചയാരം അവിടെ കിടന്ന് കൈ ഇട്ടടിക്കും. ആ വെള്ളമെല്ലാം കുറേ കളയും, പിന്നെ വീണ്ടും നിറയ്ക്കും. അതാ പരിപാടി. അപ്പോൾ ഈ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പം ഞാൻ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണയും പുളി എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കണം. പുളി ഉപ്പും. അപ്പം ഇന്ന് ഈ പാത്രം ഞാനാ എടുത്ത കേട്ടോ. ചോറ് ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് കറിയെന്ന്. ഒരു ഇച്ചിരി പരിപ്പ് കറിയും കൂട്ടി ഈ മുളക് തിന്നാൻ നല്ലതാണ്. ഇച്ചിരി വെളുത്തുള്ളി അച്ചാറ്. മുട്ട, പിന്നെ ഒരു ഫിഷ്, ചിപ്സ്. പേജുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. മോരും ഉണ്ട്, വേണേ പേരിനും വേണ്ടി ഇച്ചിരി മോര് വെച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.